ബിടെക് സിവിലിൽ നമ്മൾ പഠിക്കുന്നത് പ്ലാൻ വരക്കുക എന്ന് പറഞ്ഞ് പഠിക്കുന്നൊന്നുമില്ല. നമ്മൾ പ്ലാൻ വരക്കാൻ ബേസിക് പ്ലാൻ അറിഞ്ഞിരിക്കണം ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിട്ട്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം ആണ്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾക്ക് ഡോക്ടർ ആണെന്ന് അതിയായ ആഗ്രഹം, ഡോക്ടർ അയാളെ പറ്റുള്ളൂ. അങ്ങനെ ഈ കുട്ടി എഞ്ചിനീയറിംഗ് തുടങ്ങി 4 കൊല്ലം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. പഠിത്തത്തിൽ ഒരു കോംപ്രമൈസും കാണിച്ചില്ല. അവിടെയും ക്ലാസ്സിൽ ഫസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ചു. IIT മദ്രാസിലാണ്. ഈ 2 ബോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് സ്റ്റീൽ വേണമല്ലോ. അതും ഒരു ജോയിന്റ് അല്ലേ. നമ്മളുടെ ബോഡിയുടെ ഈ സ്റ്റീലിന്റെ കണക്ഷൻ, ഇപ്പൊ ഒരു ബോണൊക്കെ സ്റ്റീലിന്റെ ബോൺസ് പോകും. അതെ, അതിലൂടെയും ഈ പറഞ്ഞ നമ്മുടെ ലോഡാണ് ഇറങ്ങി പോകേണ്ടത്. അതിന്റെ ഡിസൈൻ, അതിന്റെ കണക്ഷൻ. DG കോളേജ് ഓഫ് ആർക്കിടെക്ചറിലേക്കും DChat എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്കറിയാം +2 എക്സാം ഒക്കെ കഴിഞ്ഞ് എക്സാമിനേക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഈ ഒരു സമയത്താണ് +2 കഴിഞ്ഞ് ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഒരു പ്രൊഫഷനിലേക്ക് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയം. അപ്പോൾ ഏതായാലും നമ്മളെ ഒരു ആർക്കിടെക്ചർ കോളേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സ് ആർക്കൊക്കെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും ഇതിനെക്കുറിച്ചിട്ടൊക്കെ പലപ്പോഴും ഇപ്പോഴും ഞാൻ കാണുന്ന പല കുട്ടികൾക്കും ആർക്കിടെക്ചർ കോഴ്സും സിവിൽ കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് അറിയില്ല. ആർക്കിടെക്ചർ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് സിവിൽ കോഴ്സിൽ പോയി ജോയിൻ ചെയ്യുന്ന ആളുകളെ ഞാൻ ഈ അടുത്തും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പാരൻസിനോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആൻഡ് സിവിൽ എന്ന് പറയുന്ന 2 കോഴ്സ്, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഈ 2 കോഴ്സിലും കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ എന്നുള്ള ഗസ്റ്റ് ശ്രീരാഗാണ്. ശ്രീരാഗ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. ശ്രീരാഗ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് ഇത്തരത്തിലുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പേർട്ട് കൂടിയാണ്. അപ്പോൾ ശ്രീരാഗിൻ്റെ അടുത്ത് നമുക്ക് ഇത് തമ്മിലുള്ള നമ്മുടെ ഈ ഒരു കോഴ്സുകളും ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഒത്തിരി ആർക്കിടെക്ചറിന്റെ കൂടിയും നോൺ ആർക്കിടെക്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ശ്രീരാഗിന് ഒരു ഫസ്റ്റ് ഹാൻഡ് ഒരു ഇൻഫർമേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരാഗിന് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എങ്ങനെയാണ് ഒരു ആർക്കിടെക്ടിന്റെ ഒരു പ്രോജക്റ്റ് ഒരു നോൺ ആർക്കിടെക്ട് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രീരാഗിന് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? ഞാനിപ്പോ ആർക്കിടെക്ടിന്റെ അടുത്ത് വർക്ക് എടുക്കുന്നുണ്ട്, അതേപോലെ കോൺട്രാക്ടർ അടുത്ത് വർക്ക് എടുക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈവൻ ക്ലയന്റ് എടുക്കുന്ന ഡയറക്റ്റും വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടാണ്. ഈ 3 ആൾക്കാരും വ്യത്യസ്തമായിട്ടാണ് പ്രൊജക്ട് തരുന്നത്. ഇപ്പൊ ഒരു ആർക്കിടെക്ടിന്റെ അടുത്ത് എടുക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് അവർക്ക് ഉണ്ടാവും. ഈ കുറേ ഡീറ്റെയിൽസ്, അതേപോലെ സെക്ഷൻസ്, എലിവേഷൻസ്, ഇപ്പൊ 3D, ഇപ്പം ഈ സ്കെച്ചപ്പ് മോഡൽസ് കാര്യങ്ങളൊക്കെ ആർക്കിടെക്ടിന് കിട്ടും. പക്ഷെ നമുക്കൊരു കോൺട്രാക്ട് എടുക്കുന്നോ ക്ലയന്റിന് എടുക്കുന്നോ കിട്ടുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് അയാളുടെ ഭാവനയോ അല്ലെങ്കിൽ എന്നോട് പറയുന്നത് ഒരു ഇതിനിടയ്ക്ക് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അവർ റിനോവേഷൻ ചെയ്യാണ്, 6 മീറ്റർ ബീം, അത്രേ പറയുന്നുള്ളൂ, 6 മീറ്റർ ബീം വേണം, അതിന് എത്ര കമ്പി വേണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വളരെ ലിമിറ്റഡ് ഡീറ്റെയിൽസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതിയുണ്ട്. പക്ഷെ നേരെ തിരിച്ച് ആർക്കിടെക്ടിന്റെ ഒരു സംഭവം കിട്ടുമ്പോഴും നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് പ്രൊജക്ട് എടുക്കുന്നത് വളരെ ഫൗണ്ടേഷൻ ലെവലിലാണ് ഏറ്റവും നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നടുക്കം തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എന്ത് മുന്നേ കൊടുത്തു എന്നുള്ളത് നമുക്കറിയില്ല, മുന്നേ ഫൗണ്ടേഷൻ എന്താണെന്ന് കൊടുക്കുന്ന അറിയില്ല. അപ്പോൾ ആർക്കിടെക്ടിന് കിട്ടുമ്പോൾ ഈ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമുക്ക് കൺവീനിയന്റ് ആണ് ഡിസ്കസ് ചെയ്യാനും, നമ്മൾ ചോദിക്കുന്ന ടേംസും കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും. കാരണം ഒരു ആർക്കിടെക്ട് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, ഒരു 7th സെമസ്റ്റർ വരെയൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡിസ്കഷൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ലോഡ് കൂടും അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കും കിട്ടുന്നില്ല. നമ്മൾ കുറെ കൂടെ സ്പേസ് സെൻട്രിക് ആയിരിക്കും നമ്മുടെ തോട്ട് പ്രോസസ്. നമ്മളൊരു റൂം, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ബെഡ്റൂമോ ഒരു ഡൈനിങ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പേഷ്യൽ ക്വാളിറ്റി എങ്ങനെയായിരിക്കും, അത് അവിടുന്ന് ആ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അല്ലെങ്കിൽ ആ റൂമിൽ കൂടെയുള്ള സർക്കുലേഷൻ, നമ്മൾ അധികം ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഒരു പക്ഷെ അധികം ആലോചിക്കുന്നുണ്ടാവില്ല. എനിക്കൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കിടെക്ചർ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്ന തോന്നുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം രണ്ടും ഒരാളായിക്കൂടെ. ഇതിനൊക്കെ ഒരാൾ ചോദിച്ചു എന്തുകൊണ്ട് ആർക്കിടെക്ടിന് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിക്കൂടാ, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആർക്കിടെക്ട് ആയിക്കൂടാ. പണി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പാൻ ഇടാനോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ നമ്മൾ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ലിമിറ്റേഷൻ വരും, അത് ചെയ്താൽ ഇത്രയും പ്രയാസമാകുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അല്ല, ശ്രീരാഗിനെ ശരിക്കും തോന്നിയിട്ടുള്ളത്, ശ്രീരാഗ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഏകദേശം ഒരേ സമയത്ത് തന്നെ സിവിൽ പഠിച്ചു, നമ്മൾ ആർക്കിടെക്ചറും പഠിച്ചു. അപ്പോ ആ പഠന സമയം തൊട്ട്, കാരണം എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടില് നമുക്ക് IIA എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അസോസിയേഷൻ ഉണ്ട്.
അപ്പൊ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഈ കാലിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പബ്ലിക് പ്രൊജക്ട്സ് നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മിനിമം, ഇത്ര അധികം ആർക്കിടെക്ട്സിലെ കേരളത്തിൽ വളരെ മിനിമം പബ്ലിക് പ്രൊജക്ടുകളെ ആർക്കിടെക്ട്സ് ചെയ്തതായിട്ട് കാണാൻ പറ്റില്ല. അധികം റെസിഡൻഷ്യലും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി പ്രൊജക്ടിലൊക്കെയാണ് ആർക്കിടെക്ട്സ് അധികം ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോ നമ്മുടെ നാട്ടിലെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മൾ ഈ ആർക്കിടെക്ട്സ് ഈ അസോസിയേഷൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ എൻറ്റയർ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ബിലോ 10% മാത്രമാണ് ആർക്കിടെക്ട്സ് കാറ്റർ ചെയ്യുന്നത്. അതില് അതായത് ബാക്കി ഒരു 90% നോൺ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ മേ ബി നോൺ പ്രൊഫഷണൽസ് പോലും ആയിരിക്കാം ചെയ്യുന്നുണ്ടാവുക. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ ഒരു പ്ലാനിങ്, കാരണം ഞാൻ ശ്രീരാഗിനോട് ചോദിക്കാൻ കാരണം ശ്രീരാഗ് ആർക്കിടെക്ട്സിന് ട്രെയിനിങ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ശ്രീരാഗ് കണ്ടിട്ടുണ്ട്. ഒരേ സമയം നിങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് നിങ്ങൾക്കും ട്രെയിനിങ് എങ്ങനെ കിട്ടുന്നത് ശ്രീരാഗ് കണ്ടിട്ടുണ്ട്. അതിനെങ്ങനെ വിലയിരുത്തും? അല്ലെങ്കിൽ അതെങ്ങനെ നമ്മളൊരു ഈ പറഞ്ഞ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികളെ ഇത്തരത്തിലുള്ള കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ബാക്കിയുള്ള കോഴ്സുകളെ പറയുന്നില്ല, സിവിൽ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെയാണ് ഒന്ന് ഡിഫറൻഷിയേറ്റ്? നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട്, ഈ +2 ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടി ജയിക്കുമ്പോൾ തന്നെ എന്താവണമെന്ന് പ്ലാൻ ചെയ്യുന്ന പാരന്റ്സ് ആണ് ഇപ്പോഴും. അങ്ങനെയാണല്ലോ. പിന്നെ അവരുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ, എഞ്ചിനീയർ, ഈ രണ്ട് ഫീൽഡ്. പക്ഷെ അത് ന്യൂ ജനറേഷൻ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈവൻ യൂട്യൂബ് അതൊരു പ്രൊഫഷൻ ആയിട്ട് അവർ ഏണിങ്സും ഈ പറഞ്ഞ പോലെ സാധാരണ കാട്ടി കൂടുതലുമാണല്ലോ. അപ്പോ എനിക്ക് തോന്നുന്നത് +2 കഴിഞ്ഞ ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ആദ്യം എന്താണ് ആർക്കിടെക്ചർ, എന്താണ് സിവിൽ, അല്ലെങ്കിൽ മറ്റുള്ള ബ്രാഞ്ചുകളെ കുറിച്ചിട്ട് ഒരു ബോധം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അത് ചൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലാതെ വേറെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഈ ഏറ്റവും നല്ലത് യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ഈ സാധനം കുറിച്ചിട്ട് നല്ലോണം സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ എനിക്കൊന്നും ഒരു സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഇതിന്റെ ഐഡിയാസ് കിട്ടും. ഇതേപോലത്തെ ടോക്കില് കൂടി കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ ഏതാവണം എന്നുള്ളത്. ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അത് പേരൻസിന്റെയോ ഫ്രണ്ട്സിന്റെയോ കമ്പൽഷൻ ഇല്ലാതെ ചെയ്യണം. എന്റെ ചോദ്യം ഫുൾ ആൻസർ കിട്ടിയില്ല. ഈ രണ്ടാളുകൾക്കും കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിലുള്ള ഡിഫറൻസ് എന്താണ്? എന്തിനാണ് പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ഒരു ആർക്കിടെക്ടിന്റെ അടുത്ത് പോകുന്നത്? ഇതെല്ലാം കൂടെ ചെയ്ത്, കാരണം ഒരു ആർക്കിടെക്ടിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു പ്ലാൻ വരയ്ക്കാൻ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, അതൊരു 100 രൂപ മുതൽ ഒരു 600, 700, 1000 രൂപയോ ചാർജ് ചെയ്യുന്ന ആർക്കിടെക്ട്സിനെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇത്രയും രൂപ കൊടുത്തിട്ട് ഒരു ആർക്കിടെക്ടിനെ എന്തിന് പ്ലാൻ വരയ്ക്കാൻ പോകണം? ഇതെല്ലാം ചെയ്യുന്ന ഒരു സിവിൽ എഞ്ചിനീയറോ ഈ പറയുന്ന ഒരു കോൺട്രാക്ടറോ ബിൽഡറോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരുപക്ഷെ പ്ലാൻ ഫ്രീ കിട്ടും. കൺസ്ട്രക്ഷൻ അവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പ്ലാൻ ഫ്രീ കിട്ടും. അപ്പോ ഈ ആർക്കിടെക്ട്സിന് ട്രെയിനിങ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ശ്രീരാഗ് കണ്ടിട്ടുള്ളതാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോ അത് വേണമെങ്കിൽ കുട്ടികളെന്നുള്ളതല്ല, ഒരു ജനറൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലും ശ്രീരാഗ് സംസാരിക്കും. ഇപ്പോ ബിടെക് സിവിലിൽ നമ്മൾ പഠിക്കുന്നത് പ്ലാൻ വരക്കുക എന്ന് പറഞ്ഞ് പഠിക്കുന്നൊന്നുമില്ല. നമ്മൾ പ്ലാൻ വരക്കാൻ ബേസിക് പ്ലാൻ അറിഞ്ഞിരിക്കണം. ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിട്ട്, ഒരു എഞ്ചിനീയർ ലൈസൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് നമുക്ക് പ്ലാൻ അപ്രൂവൽസ് എല്ലാം ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് സിവിൽ എഞ്ചിനീയർ ബിടെക് പഠിക്കുന്ന ഒരു കുട്ടി പോവില്ല. ഇൻ ഡെപ്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഡയമെൻഷൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട്, ഇന്റീരിയർ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു റൂമിന്റെ സൈസ് അത്ര വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാറില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോഴ്സ് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ പോകുമ്പോൾ, അതായത് ആ ഒരു സ്പേസ് പ്ലാനിങ് കാര്യത്തിലാണ് കുറച്ചും കൂടി. അതിന് വേറൊരു മറു സൈഡും കൂടെ ഉണ്ട്. എന്താ പറയുക, നമ്മള് പല പ്രൊജക്ടുകൾ, ഇപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കൺസ്ട്രക്ഷൻ ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് ഇത്ര അധികം ബിൽഡേഴ്സും അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സ് ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുവിധം ഇത് നമ്മൾ ഒരു പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകും, സെറ്റ് ആവും. പൊളിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അറിയാം. അത് അത്രയും കടന്ന കൈയൊക്കെ ചെയ്യുന്ന സമയത്ത് പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്കും വേണമെങ്കിൽ നാളെ ഒരു ബിൽഡർ ആവാം ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരണം എനിക്കറിയാം അത്യാവശ്യം ഇത്രയൊക്കെ സ്പാനുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കോൺക്രീറ്റ് മിക്സ് ചെയ്താൽ അങ്ങനെ നിൽക്കുന്നുള്ളൂ. നമ്മളിതിനകത്ത് ഒരു സ്ട്രക്ചറൽ ഡിസൈൻ, അതായത് നമ്മളൊരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്തൊരു സ്റ്റേജ് ആണ് സ്ട്രക്ചറൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു വീടോ കാര്യങ്ങളോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈനോട് കൂടെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മളൊരു കോസ്റ്റ് പാർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും? അതായത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് കാണുന്ന കുട്ടികൾക്കും, അതായത് സ്ട്രക്ചർ എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ വന്ന് ആർക്കിടെക്ചർ പഠിക്കണോ, അല്ലെങ്കിൽ ആർക്കിടെക്ട് ആവണം എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് അറിയാതെ സിവിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആർക്കിടെക്റ്റും ആവാം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കുന്നത്. മനസ്സിലായി. ഇത് ഇപ്പൊ എന്തുകൊണ്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ഒരു ആർക്കിടെക്ചർ, ഒരു ക്ലയന്റ് വന്ന് ഒരു ആർക്കിടെക്ടിനോട് അവരുടെ ആവശ്യം പറയാണ്, ഇന്നൊക്കെ ഒരു 2 നില വീട് വേണം, അല്ലെങ്കിൽ 3 ബെഡ്റൂംസ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ ആദ്യം നമുക്കൊരു സൈറ്റ് വേണമല്ലോ. ഈ സൈറ്റ് കാണാൻ പോകുമ്പോഴും
ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറും കൂടി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. കാരണം അടിത്തറ ഫൗണ്ടേഷൻ ആണല്ലോ. ഈ സോയില് എന്താണ്, അവിടെ ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ സ്ട്രക്ചറൽ എഞ്ചിനീയർ കണ്ടിരുന്നാൽ നല്ലതാണ്. അതേ ഉള്ളൂ. എല്ലാത്തിനും അങ്ങനെ ഇൻക്ലൂഡ് ആയെന്നല്ല. പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ കല്ലുവെട്ട് കുഴിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സൈറ്റ് നിങ്ങളുടെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ, ആർക്കിടെക്ചർ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഒരു സ്ട്രക്ചറൽ വിസിറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സോയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർ പറയും, പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഈ സോയിലിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അത് ഓക്കെ ആണോ, നിങ്ങളുടെ വീട് 2 നിലയാണെങ്കിൽ 2 നില അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പാകത്തിലാണോ ഈ സോയിൽ എന്നുള്ളത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയും വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യാനും ഈ സ്ട്രക്ചർ എഞ്ചിനീയർ പറയും. അപ്പൊ അത് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം ഇതെല്ലാം കഴിഞ്ഞ് സ്ട്രക്ചർ എഞ്ചിനീയർ കാണാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ അവിടെ ചില സമയത്ത് ഇത് കല്ലുവിട്ട് കൂടിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്ലാൻ കംപ്ലീറ്റ് മാറി. പിന്നെ ഒരു സൈറ്റ് ചൂസ് ചെയ്യുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ മാറി. പിന്നെ ഈ പ്ലാൻ അവിടെ സൂട്ടബിൾ ആവില്ല. നിങ്ങൾക്ക് അറിയാലോ ഈ സൈറ്റ് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഒരു ചെറിയൊരു സൈറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം നിങ്ങളെ പ്ലാനിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഡ്രോയിങ് ഇവരുമായിട്ട് പങ്കുവെച്ചിട്ട്, സ്ട്രക്ചർ ഡ്രോയിങ്ങുമായിട്ട് പങ്കുവെച്ചിട്ട് അതിന്റെ എന്തെങ്കിലും തരത്തിൽ ബീംസോ കോളംസോ അല്ലെങ്കിൽ സ്പാന് കുറക്കാനോ കൂട്ടാനോ എന്തുണ്ടെങ്കിലും അത് പാരലലി ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അത് സ്ട്രക്ചറൽ എഞ്ചിനീയർ മാത്രമല്ല, ഒരു HVAC ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സും പ്ലംബിംഗ് ഡ്രോയിങ്സും ഒരു എഞ്ചിനീയേഴ്സ് ഉണ്ടാവുമല്ലോ അവർക്ക്. HVAC ഈ MEPന്റെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവുമല്ലോ. ഈ MEPന്റെ എഞ്ചിനീയേഴ്സിനെയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ റീവർക്കുകൾ ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പാരലലി ഇത് മൊത്തം നിങ്ങളുടെ ഡ്രോയിങ് കൊടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഡെക്ടാക്കിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബീമിന്റെയും പൊസിഷനിങ് കാര്യങ്ങളൊക്കെ, കോളം പൊസിഷനിങ് എപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഡ്രോയിങ് ഉണ്ടാക്കി എല്ലാം കഴിയും, ഫൈനലൈസ് ചെയ്ത് നമ്മുടെ ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് നമ്മൾക്ക് ഡ്രോയിങ് കിട്ടുന്നത്. ഈ ഡ്രോയിങ്ങിൽ നമ്മളിപ്പോ ആ കോളം പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് മൊത്തം മാറി, അതൊരു ബുദ്ധിമുട്ടാണ്. അല്ല, ശ്രീരാഗ് സിവിൽ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ് അത് ചൂസ് ചെയ്ത് എത്തിയ ഒരാളാണോ? അല്ലെങ്കിൽ കാരണം നമ്മളൊരു സമയത്ത് അറിയാലോ, ഇപ്പൊ ഞാൻ ആർക്കിടെക്ട് ആവണം എന്ന് പറഞ്ഞ് വന്നെത്തിയതല്ല. മറ്റു കോഴ്സുകളൊന്നും കിട്ടാതെ വന്ന സമയത്ത് എനിക്ക് കിട്ടിയ കോഴ്സ് ആർക്കിടെക്ചർ ആയിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ ഉള്ള അവരൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ്. അതെ, ഇത് ഞാൻ ചെറിയ തമാശ. അതായത് ഞാൻ ആക്ച്വലി സിവിൽ എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചിട്ടല്ല ബിടെക് സിവിൽ എടുത്തത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണമെന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ 2006 കാലഘട്ടങ്ങളിൽ, 2005, 2006 കാലഘട്ടങ്ങളിൽ നമുക്ക് വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ ആ സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ കിട്ടിയില്ല. അങ്ങനെ എന്നാ പോട്ടെ സിവിൽ എടുത്തോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് ഭാവിയിൽ എനിക്ക് ഇഷ്ടമായി. പക്ഷെ വേറെ തമാശ വെച്ചാൽ ഞാൻ മെക്കാനിക്കൽ ഇപ്പം ബിടെക് കഴിഞ്ഞു, MTech കഴിഞ്ഞു, പക്ഷേ ഞാൻ പോളിടെക്നിക് മെക്കാനിക്കൽ എടുത്തു. ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മൾട്ടി എഞ്ചിനീയർ ഞാൻ മനസ്സിലാക്കുന്നത് അറിയാം, ഈ ഏത് ഫീൽഡാണെങ്കിലും ഇത് എല്ലാം ഒരുമിച്ചിട്ടാണ് വർക്ക് ആവുന്നത്. എനിക്കിപ്പോ മെക്കാനിക്കൽ കുറച്ചറിയാം, സിവില് മെയിൻ ആയിട്ടൊരു സ്ട്രീം വേണം. എന്നിരുന്നാലും നമ്മൾ ബാക്കിയുള്ള ഫീൽഡ് കൂടി അറിഞ്ഞിരുന്നാലും നമ്മൾ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് സാധനങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഷിനൂബ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആർക്കിടെക്ചർ എന്തിനെടുക്കണം അല്ലെ സിവിൽ എഞ്ചിനീയർ എന്തിനെടുക്കണം, ഏത് കുട്ടികള് അവർക്കും കൂടെ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതിലത് എനിക്ക് പറയാൻ പറ്റുന്നത് സിവിൽ എഞ്ചിനീയറിനെ കുറിച്ച് പറയാം. ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം ആണ്. അതായത് ഈ നിങ്ങൾ തരുന്ന പ്ലാൻ ചെയ്ത് തരുന്ന ഒരാളെ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താം, അതിന്റെ സ്കെലിറ്റൽ സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. കോളംസ്, ബീംസ്, സ്ലാബ്, ഫൗണ്ടേഷൻ, ഈ സാധനത്തിന്റെ ഡിസൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തിരിച്ചു തരിക. ഈ സാധനം നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുക ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതലുണ്ടാവും. അതായത് ബേസിക്കലി നമ്മുടെ ഒരു ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കുന്ന, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ശ്രീരാഗിന്റെ അടുത്ത് പലപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രീരാഗ് ഭയങ്കര ടെക്നിക്കലായിട്ട് കുറെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ സൊല്യൂഷൻസ് ഇങ്ങനെ പറയാറാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ എല്ലാ സബ്ജക്റ്റിലും പൊട്ടുന്ന ഒരാളായിരിക്കാം. പക്ഷെ കാരണം ഇത്തരത്തിലുള്ള കാരണം ഞാൻ ആർക്കിടെക്ചറിൽ പോയപ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്സിലൊക്കെ ആവറേജ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഈ ശ്രീരാഗിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയാ കുറെ കൂടെ ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന പണികളും അതൊക്കെ ഒരു ആഡ് ഓൺ ആയിട്ട്, അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഞാൻ പോയതിന്റെ ഒന്നാമത്തെ കാര്യം ഈ ടെക്നിക്കൽ കാര്യങ്ങൾ വളരെ കുറവ് ഉള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആർക്കിടെക്ചർ കോഴ്സ് എടുക്കുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ സിവിൽ ഇത്തരത്തിലുള്ള, കാരണം നമ്മുടെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ആദ്യത്തെ ഞങ്ങൾക്ക് 5 വർഷമാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ ത്രൂ ഔട്ട് എനിക്ക് ശ്രീനാഥ് നമ്മുടെ ഡിജി കോളേജിൽ വന്ന സമയത്ത് കുട്ടികൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കണ്ടല്ലോ. നമ്മള് എന്താ പറയാ, നമ്മള് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എക്സസൈസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ ഒരു ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ ഒരു സ്റ്റഡി റൂം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതെ അതിനകത്ത് വേണം ഇതൊക്കെ നമ്മൾ കണ്ടു, നിങ്ങളുടെ സാധനം കണ്ടു, നല്ല ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾ മോഡൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിങ് അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് ഒരു സ്പേസ് ആ യൂസർക്ക് ആ സ്പേസ് എത്രത്തോളം ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു മാക്സിമം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓരോരോ സെമിസ്റ്റർ നമ്മൾ പഠിച്ച് മുമ്പോട്ട് വരുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് നമുക്ക്, അതായത് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണ വേണം. അതായത് ഇത്തരത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിന് 4 കോളം വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആ കോളം ടു കോളം ഡിസ്റ്റൻസ് ഇത്രയാണെങ്കിൽ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിർത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾക്ക് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ചെറിയൊരു ധാരണ വേണം. അതെ, ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് ഡിസ്കസ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടില് 10% ഒരു കണക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഈ 90% ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ, അതായത് ഈ പ്ലാൻ വരയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആർക്കിടെക്ചർ ട്രെയിനിങ് കിട്ടാത്ത ഒരാൾക്കും, അതായത് ഇപ്പോ ശ്രീരാഗിനും ഒരു പ്ലാൻ വരയ്ക്കാം, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിനോ ഏതൊരാൾക്കും പ്ലാൻ വരയ്ക്കാം. ആ വരയ്ക്കുന്ന പ്ലാൻ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്പേഷ്യൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ആർക്കിടെക്ട്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. അപ്പൊ അതെ, അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടാൻ അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, അപ്പൊ അതിനകത്ത് എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എഫേർട്ട് പോലെയല്ല. നിങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് കുറെ കൂടെ ഈ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസും കുറെ കൂടെ ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് വേറെ ആംഗിളിലാണ്, ഒരു ക്രിയേറ്റീവ് സൈഡിലാണ്. അതായത് ഒരു ബഡ്ജറ്റഡ്, കാരണം ബഡ്ജറ്റഡ് ആയിട്ട് വീട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, ലക്ഷൂറിയസ് ആയിട്ട് വീട് ചെയ്യുന്ന ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറും അതായത് ഈ സിവിൽ എഞ്ചിനീയറും ഈ പറയുന്ന ആർക്കിടെക്റ്റും കൂടെ എന്താ പറയാ യുണൈറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം വരിക എന്നുള്ളതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പക്ഷേ എനിക്ക് ചെറിയ ധാരണകളൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെ സ്ലാബ് ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊരു ധാരണയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് അതൊരു പുതിയ ഇപ്പൊ സപ്പോസ് ഞാൻ വലിയൊരു ഒരു എന്താ പറയാ രണ്ട് കോളം, ആ രണ്ട് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 10 മീറ്ററോ ഒക്കെയാന്ന് വിചാരിച്ചോളൂ. അപ്പൊ അതിലേക്ക് ഏത് കമ്പി ഇടണം എങ്ങനെ ഇടണം എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര, അതായത് ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു റിവർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു റൂമാണ്. അവിടെ 10 മീറ്റർ ഇങ്ങനെ നീളത്തിൽ വലിയൊരു ബോക്സ് പോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടുക എന്നുള്ളതാണ് ആർക്കിടെക്റ്റ് ആയ എന്റെ ആവശ്യം. ഇവിടെയാണ് എനിക്ക് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ നിങ്ങളിപ്പോ പറഞ്ഞ സെയിം സംഭവം നിങ്ങൾ എനിക്ക് ഈ ഡിസൈൻ തരികയാണ്, ഈ പറഞ്ഞ 10 മീറ്റർ ബീം ഇതൊക്കെ പറഞ്ഞിട്ട് തരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അതിന്റെ മുകളിലുള്ള ലോഡ് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര ഡെപ്ത് വരും നോക്കി, ആ ഡെപ്ത് വരും നോക്കിയിട്ട് എനിക്ക് ഏകദേശം ഒരു സാമ്പിൾ കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കും, ഡെപ്ത് ഷിനുബ ഇത്ര കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഓക്കെ ആണോ, ആർക്കിടെക്ചറലി ഓക്കെ ആണോ, സ്ട്രക്ചറലി അല്ല ആർക്കിടെക്ചറലി ഓക്കെ ആണോ. അപ്പോൾ ഷിനുബ് 2 അഭിപ്രായം പറയും, അയ്യോ അത് പറ്റില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്കൽ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഈ ബീമിനെ PT ആയിട്ടോ, അതായത് PT എന്ന പ്രീ ടെസ്റ്റ് ബീമായിട്ടൊക്കെ ചെയ്തിട്ട് അതിന്റെ ഡെപ്ത് കുറക്കുന്ന പോലെ നോക്കുക. ഒന്നിക്കൽ മിക്സ് കൂട്ടുക, അതിന്റെ റീബാർ കൂട്ടുക. ഇതൊരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെപ്ത് കുറക്കാൻ പറ്റും. ആ മോഡലിലേക്ക് നമുക്ക് പോയിട്ട് നിങ്ങൾക്ക് ഫീസിബിൾ ആയതും നമുക്ക് ഓക്കെ ആയതും രണ്ടും കൂടി നമുക്ക് ഫൈനലൈസ് ചെയ്ത് ചെയ്യുന്ന പോലെ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ ഈ ഒരു അതായത് ഇത്തരത്തില് ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു യുണൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആർക്കിടെക്ചർ കോഴ്സ് ചെയ്ത ആൾക്ക് കുറച്ചും അതെ, ഇതല്ലാതെ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക, അതായത് ഈ ഒരു ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും സബ്ജക്റ്റീവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഒരു പക്ഷേ ശ്രീരാഗിനെ ഇഷ്ടപ്പെടുന്നുണ്ടാകും. എന്നാൽ പോലും നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് ജംഗിൾ എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പല ആളുകളും ഇതിനകത്ത് കോസ്റ്റ് സേവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഒരുപക്ഷെ ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സിലേക്കൊന്നും എത്താതിരിക്കുന്നത്. പക്ഷെ ഒരു മൊമെന്റിൽ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇവര് റിയലൈസ് ചെയ്യാൻ പോണത്. അത് ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആർക്കിടെക്ട് ചെയ്തൊരു വീട് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് 3D മോഡലാണ്. അതായത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇരിക്കുന്നു ഒരു കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പൊ 3D വെർച്വൽ സാധനങ്ങളൊക്കെ അതെ അതൊക്കെ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു കോൺട്രാക്ടർ ചിലപ്പം കുറച്ച് പ്രശ്നമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ആർക്കിടെക്ട് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഒരു കസ്റ്റമർ കാണിച്ച് കസ്റ്റമറിന് ഇഷ്ടമായതിനു ശേഷം മാത്രം കൺസ്ട്രക്ഷൻ തുടങ്ങിയാൽ മതി. ഞാൻ ചില സൈറ്റിൽ പോകുമ്പോൾ ഇപ്പോൾ കോൺട്രാക്ടർ പ്ലാൻ കൊടുക്കും, അങ്ങനെ കൺസ്ട്രക്ഷൻ തുടങ്ങി
മുകളിലേക്ക് എത്തുമ്പോഴാണ് പറയുന്നത് താഴെ ഇത് വേണം അത് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു റൂം കൂടുതൽ വേണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴായിരിക്കും ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറിന്റെ പ്രശ്നം കൊണ്ട് വരിക, ഒരു ബീം പിന്നെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടിഷൻ വോൾസിന്റെ പ്രശ്നം വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ആദ്യമേ പ്ലാനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീട് അതിമനോഹരമായിട്ട്, അതിമനോഹരം എന്ന് മാത്രം പോരാ, നമുക്ക് ഈ പറഞ്ഞ പൈസ കുറക്കാം. എക്സ്ട്രാ എത്രയാണ് പൈസ വരുന്നത്, ഈ കംപ്ലീറ്റ് സാധനം പൊളിക്കണം, പിന്നെ ഇൻഷുറൻസ് ചെയ്യണം, സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമാവും, നമ്മൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് PRK എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു കുട്ടിക്ക് ഈ പറഞ്ഞ ക്രിയേറ്റീവ് സൈഡ് എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ. ആ കോസ്റ്റിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്ര സമയം ഞാനൊരു ആർക്കിടെക്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പെർസ്പെക്റ്റീവിലായിരുന്നു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പോഴും ആളെടുത്ത് പറയുന്നത് നമ്മൾ ഒരു ഏരിയ അല്ലെങ്കിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറയുന്നുള്ള ഒരു കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എപ്പോഴും ഒരു കൺസ്ട്രക്ഷനകത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് സ്റ്റേജിലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ പണ്ടായിരുന്നെങ്കിലും മെയിൻ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ പൊറോട്ടൻ ചിക്കൻ കറിയോ ബിരിയാണിയോ കൊടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. അത് മാത്രമല്ല കൺസ്ട്രക്ഷന്റെ ഒരു വലിയ സ്റ്റേജ് ആണ്. ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പെൻസ് വരുന്ന ഒരു സ്റ്റേജ് ആണ്. അതെ. അപ്പൊ ഇൻഷൂർ ചെയ്യുമ്പോഴും ഇതിന് ഗുണം എന്താ വെച്ചാൽ കസ്റ്റമർക്കാണ് നാളെ എന്തെങ്കിലും തരത്തിൽ ഇത് പ്രശ്നം വരികയാണെങ്കിൽ, അവരേതല്ലാത്ത പ്രശ്നം കൊണ്ട് ഇത് അവർ മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കോസ് ഓഫ് ആക്സിഡന്റ് എന്തുകൊണ്ട്, അത് നാച്ചുറൽ കലാമിറ്റി ആവാം, വേറെ ആവാം, അങ്ങനെ ഈ ഇൻഷുറൻസിന് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ കൊടുക്കും പൈസ, അതിന് റീകൺസ്ട്രക്ഷനുള്ള പൈസ.